ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല. അവരുടെ ദശാപകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ്. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം ഏഴര ശനിയും കൂടിയുണ്ട്. അവർക്ക് ഏഴര ശനിയെ പോലെ തന്നെ 12 സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2ൽ നിന്ന് 3ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാവുന്നത്. ബാക്കി എല്ലാവർക്കും, അതായത് 5, 9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായി. അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയെയും തരുന്നത് വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്. അപ്പോൾ നമുക്ക് ഇനി ഫലഭാഗത്തിലേക്ക് കിടക്കാം. മേടക്കൂറുകാർ, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും അത് വിപരീതമായിട്ട് അല്ലെങ്കിൽ ഗുണകരമല്ലാതെ ബാധിക്കുന്ന ഒരു രാശി എന്ന് പറഞ്ഞാൽ മേടക്കൂറായതുകൊണ്ട്. അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ 1ാം പാദക്കാർ. പുതിയ പദ്ധതികളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യരുത്. ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നിലവിലുള്ള അവസ്ഥകൾ, അതായത് ജോലി മാറ്റം പ്ലാൻ ചെയ്യരുത്. നിലവിലുള്ള ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം. അതുപോലെ തന്നെ സഹപ്രവർത്തകരെ നമ്മൾ വളരെ നിരീക്ഷിക്കണം. സഹപ്രവർത്തകരായിരുന്നാലും നമ്മളെ ഏറ്റവും അടുത്ത് ഇപ്പം പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയക്കാരോ കലാപ്രവർത്തകരൊക്കെ ഒപ്പം നിൽക്കുന്നവരെ വളരെ നിരീക്ഷിക്കണം. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ അബദ്ധമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നെ നമ്മുടെ നിരന്തരമുള്ള ജപം, പ്രാർത്ഥന, ആരാധനാലയങ്ങളിലുള്ള സന്ദർശനം ഇതൊന്നും മുടക്കരുത്. ഇതെല്ലാം നമ്മളെ ആ ദോഷങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുണം ചെയ്യും. ഇനി മറ്റൊന്ന്, ഈ വ്യാഴമാറ്റം ചില ഗുണങ്ങളും ചെയ്യും. അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നമുക്ക് ധന സഹായം ചെയ്യുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരും. ശത്രുക്കളിൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ ധന ഗുണങ്ങളും വരും. കാരണം വ്യാഴം 3ലേക്കാണ് മാറുന്നത്. 3ാം സ്ഥാനം എന്ന് പറയുന്നത് സഹായ സ്ഥാനമാണ്. നമുക്ക് നേരിട്ടല്ല, നമ്മൾ മറന്നു കിടന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരുന്ന
കിട്ടുമെന്ന് വിചാരിക്കാത്ത ധനം ചിലപ്പോൾ തേടി വരും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ ചില സഹായങ്ങൾ നമുക്ക് വരാം. ദാമ്പത്യപരമായിട്ടും സമയം നല്ലതാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നല്ല ക്ഷമ പാലിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിൽ അലസത വരാതെ നോക്കണം. കുട്ടികളുടെ അവർ പോകുന്ന വഴികളും രക്ഷിതാക്കൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു. പിന്നെ രോഗ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോയാൽ ഈ വ്യാഴമാറ്റം മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണമൊന്നും ചെയ്യില്ലെങ്കിൽ ദോഷം ചെയ്യില്ല. തീർച്ചയായിട്ടും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ദൈവാധീനം വർദ്ധിപ്പിച്ച്, അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ ഗുരുതുല്യരായ വൃദ്ധരായ ആൾക്കാർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുത്ത് പ്രീതിപ്പെടുത്തുക. അതുപോലെ മുടങ്ങാതെ ഗണപതി പ്രീതി വരുത്തുക, ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നാളികേരം ഉടയ്ക്കുക, സർപ്പക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലൊന്ന് തൊഴുത് ഒരു നൂറുംപാലുമൊക്കെ നടത്തുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വ്യാഴമാറ്റം വളരെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുണ്ടാക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വ്യാഴം രണ്ടാം സ്ഥാനത്തിലേക്ക്, രണ്ടിലേക്ക്, ധനസ്ഥാനം, വാക്സ്ഥാനം, അവരുടെ പിന്നെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളും അതുപോലെ തന്നെ പഠനത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് വരുന്നത്. മറ്റൊന്ന്, ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് ഗുണം വരാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ശനിദോഷം മാറിക്കഴിഞ്ഞു. ശനി 11 വന്ന് നമുക്ക് ലാഭൈശ്വര്യ സ്ഥാനത്ത് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കർമ്മത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ചിരകാല സ്വപ്നങ്ങളെല്ലാം പോണിയും നമുക്ക് നമ്മുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സമയമായി. നമുക്ക് കടങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേശ്ശെ മാറി ധനം വരുന്ന അവസ്ഥയാവും. ധനപരമായിട്ട് ഉയർച്ചയും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും കർമ്മത്തിലും വിജയം വരും. നമുക്ക് ധനാഗമനം പല വഴികളിലൂടെ വരും. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുമൊക്കെ സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങളും ജീവിതത്തിൽ വന്നെത്തും. ഇനി മറ്റൊന്ന്, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ധനം നിലനിർത്താനും കൂടി ശ്രദ്ധിക്കണം. കാരണം ഈ സമയം ഇപ്പോൾ ഭൂമി, വാഹനം, അതുപോലെ തന്നെ വീട്, ഇതെല്ലാം വാങ്ങാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ധനം വന്നാൽ അത് നാളെ നിലനിർത്താൻ ഒരു അസറ്റാക്കി മാറ്റാൻ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. അകന്നിരുന്ന ദമ്പതികളായിരുന്നാലും പ്രണയിതാക്കളായിരുന്നാലും അതുപോലെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായിരുന്നാലും അവർ തമ്മിൽ വീണ്ടും അടുക്കാനും വീണ്ടും സൗഹൃദം നന്നായിട്ട് പുതുക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 2, കോടതിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്ക വിഷയങ്ങൾ കിടന്ന ഭൂമിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും തർക്ക വിഷയങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു വളരെ നല്ല പരിഹാരങ്ങൾ വരികയും അതല്ലെങ്കിൽ അതൊന്ന് സ്വസ്ഥമായിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയുന്നൊരു കാലഘട്ടത്തിലൂടെ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും വേണം. കൃഷി, അതുപോലെ തന്നെ കച്ചവടം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് കുറച്ച് സമയം ഇപ്പം നല്ലതാണ്. കാരണം നമ്മൾ നഷ്ടപ്പെട്ട ധനമൊക്കെ തിരിച്ച് പിടിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ഇതൊക്കെ നമുക്ക് നല്ലതായിട്ടിരിക്കുമ്പോഴും ഏറ്റവും നമ്മളെ പ്രിയപ്പെട്ട ചിലരുടെ വിരഹം അല്ലെന്നുണ്ടെങ്കിൽ വേർപാട് നമ്മളെ വേദനിപ്പിക്കാവുന്ന ചില സാഹചര്യങ്ങൾ വന്നെത്താം. വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സമോ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ച് അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ ചില പിന്നീടത്തേക്ക് നീക്കി വെക്കേണ്ടി വരികയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പുതിയ ചില സൗഹൃദങ്ങൾ, കൂട്ടുകെട്ടുകൾ വന്നെത്താം. ആ കൂട്ടുകെട്ടുകളെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തേ കൂടെ നിർത്താവൂ. കാരണം അത് എല്ലാം നമുക്കിപ്പോൾ മറ്റ് കാലഘട്ടം നന്നാണ്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൊള്ളാം എങ്കിൽ പോലും ഈ സൗഹൃദങ്ങളും മറ്റും വരുന്നത് നിലനിർത്താൻ അത്ര നല്ലതല്ല. അതിനകത്ത് ഒബ്സർവ് ചെയ്ത് വേണ്ടവരെ മാത്രമേ നമ്മൾ കൂടുതൽ വിശ്വസിക്കാവൂ. വിദേശ യോഗത്തിന് കാലതാമസം വരാം. കാരണം നമ്മൾ വിദേശ ഉപരിപഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ നിൽക്കുന്നവരെ സംബന്ധിച്ച് നിലവിലുള്ള ജോലി മാറി വേറൊരു ജോലിക്ക് പോകാനൊക്കെ കുറച്ച് കാലതാമസവും കാര്യങ്ങളും വരാം. എങ്കിലും പൊതുവിൽ നമ്മുടെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണവും അതുപോലെ തന്നെ ജീവിതത്തിലൊരു മാറ്റവും നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു കൂറുകാരാണ് ഇടവക്കൂറുകാരായ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ,
പിന്നെ രോഹിണി, അതുപോലെ തന്നെ മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം, മകയിര 1ഉം 2ഉം പാദം. അപ്പോൾ ഇടവക്കൂറിന് വ്യാഴമാറ്റം വളരെ ഗുണകരമാണ്, ശനിമാറ്റവും ഗുണമായിരുന്നു. അപ്പോൾ ഈ വരുന്ന കാലഘട്ടം പഠനത്തിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും പിന്നെ ഉദ്യോഗം തേടുന്നതിലായിരുന്നാലും നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അത് നമുക്ക് ഗുണകരമായി അത് ഗുണപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നിങ്ങൾക്ക് നല്ലതാണ്. കേതു മാത്രം 5ൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയോ കലശത്തിനോ കൊടുക്കുക. ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുകയോ ഗണഹോമം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗുണകരമായ അനുഭവങ്ങളെല്ലാം ഗുണകരമായി തന്നെ വന്നുകൊണ്ടിരിക്കും. പുതിയ ബിസിനസ് പദ്ധതികൾ ആരംഭിക്കാനൊക്കെ സമയം നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനായിരുന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങാവുന്നൊരു സമയമാണ്. കാലം വളരെ ശോഭനമാണ്. അപ്പോൾ നമ്മൾ ഇനി വ്യാഴമാറ്റത്തിൽ മിഥുനക്കൂറിനെയാണ് പറയുന്നത്. മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2-3 പാദങ്ങൾ, തിരുവാതിര, പിന്നെ പുണർതത്തിൻ്റെ 3/4. അപ്പോൾ ഈ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം ജന്മത്തിലേക്കായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് രോഗമുക്തിയും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കും. മാനസിക വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടി അതിൽ നിന്ന് മുക്തിയും മാനസിക സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ വ്യാഴം വലിയ ഗുണം ചെയ്യത്തില്ല. വ്യാഴം നമ്മളെ ജന്മലഗ്നത്തിലേക്ക് വന്നതുകൊണ്ട് വലിയ ഗുണം ചെയ്യത്തില്ല. എന്നാലും 7ഉം 10ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് നമുക്ക് ജോലിക്ക് ശ്രമിച്ചാൽ പുതിയ ജോലി കിട്ടാം. അതുകൊണ്ട് നിലവിലുള്ള ജോലി മാറി വരാൻ ശ്രമിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം, ഇഷ്ടപ്പെട്ട വിവാഹം, അതുപോലെ തന്നെ നമ്മൾ നിലവിൽ ദമ്പതിമാർ അകന്നിരുന്നെങ്കിൽ അവർ വീണ്ടും അടുക്കാൻ, ഇങ്ങനെയൊക്കെ. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ പിന്നെ ദമ്പതിമാർ തമ്മിൽ വലിയ അകൽച്ചയിൽ വന്ന് വേർപിരിയുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾ ശ്രമിച്ചാൽ തമ്മിൽ പറഞ്ഞ് ഒരു നല്ല അവസ്ഥയിൽ നിങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഈ വ്യക്തി വൈരാഗ്യങ്ങളും ശത്രുതയൊക്കെ അകലുന്നൊരു കാലഘട്ടമാണ്. മാത്രമല്ല നമുക്ക് ധനപരമായിട്ട് ഈ പറഞ്ഞ പോലെ വളരെ വലിയ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ ധനപരമായ പുഷ്ടി ഉണ്ടാവുകയും നമ്മളെ കടബാധ്യതകളൊക്കെ കുറേശ്ശെ തീർന്നു വരികയും ചെയ്യും. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ധനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ധനപരമായ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതായത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ധനലോസ്, അതായത് നമ്മളിൽ നിന്ന് അപ്രതീക്ഷിതമായി ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ പഠിക്കാൻ നല്ല സമയമാണ്. പഠിച്ചാൽ അതിൽ വിജയവും പുതിയ ഉപരിപഠനമോ ജോലിയോ ഒക്കെ നേടാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ലോണിനോ അല്ലെങ്കിൽ സർക്കാർ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നിങ്ങളുടെ ജാതകാൽ സർക്കാർ ജോലിക്ക് യോഗമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി വരും. അതുപോലെ തന്നെ നമ്മൾ പഠനത്തിലായാലും ശരി, മറ്റുള്ള ബിസിനസ്സിലായിരുന്നാലും ശരി, നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ലാഭങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. പക്ഷേ കഠിനാധ്വാനം വേണ്ടി വരും. നമ്മൾ അലസത മാത്രം മാറ്റി വയ്ക്കേണ്ടി വരും. ബന്ധുക്കളുമായിട്ട്, അകന്നിരുന്ന ബന്ധുക്കളുമായിട്ടായിരുന്നാലും കുറേ നാളായിട്ട് നമുക്ക് പിണങ്ങിയിരുന്ന ബന്ധുക്കളുമായിട്ടായിരുന്നാലും, ഇനി നമുക്ക് നേരിട്ട് കാണാൻ പറ്റായിരുന്നു വിദേശത്തോ പിന്നെ ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ബന്ധുക്കളെയൊക്കെ വീണ്ടും കാണാനും അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൈവരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചതോ പണ്ട് നമ്മളെ വളരെയധികം ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത സുഹൃത്ത് അപ്രതീക്ഷിതമായി നമ്മളെ തിരക്കി വരികയും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വരാനൊക്കെയുള്ള അനുകൂല സമയമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നമ്മളെ 10ൽ കർമ്മസ്ഥാനത്ത് നമ്മുടെ ശനിയും കൂടെ നിൽക്കുകയാണെന്നൊരു ഓർമ്മ വേണം. 4ൽ കേതുവാണ്. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതായത് തീരുമാന വൈകല്യം വരാതെ സൂക്ഷിക്കുക. നമ്മളെടുക്കുന്ന തീരുമാനം പിന്നീട് അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കാൻ വരാതെ
നമ്മൾ പലവട്ടം ആലോചിച്ച് നല്ല ബുദ്ധിയുള്ള നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം എന്ത് പ്രധാന കാര്യങ്ങളും തീരുമാനിക്കാൻ. അതുപോലെ തന്നെ ജോലിയിൽ മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കണം. നമ്മൾ ആ ജോലികളിൽ കുറച്ച് അശ്രദ്ധ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വിവാഹ തടസ്സം വരാൻ സാധ്യതയുണ്ട്. വിഷമിക്കേണ്ട, അത് മാറി വിവാഹത്തിലേക്ക് എത്തും നിങ്ങൾ. കാരണം വളരെ വൈകാതെ തന്നെ ഒരു രാഹുകേതു മാറുന്നുണ്ട്. ഒരു ജൂൺ കഴിയുമ്പോൾ മാറും. അപ്പോൾ ജൂലൈയോടുകൂടി നിങ്ങൾക്ക് ഈ വിവാഹ തടസ്സവും അങ്ങോട്ട് മാറി വിവാഹത്തിലേക്ക് എത്തി. ഇപ്പോൾ തൽക്കാലം തടസ്സങ്ങളുണ്ടാവും. പിന്നെ പൊതുരംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അതായത് രാഷ്ട്രീയപരമായിട്ടോ കലാരംഗത്തോ നിങ്ങളൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വളരെ പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണെങ്കിൽ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വിവാദം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ, അവരിൽ നിന്ന് നമുക്ക് ചതി വരാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കേസ്, തർക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കടുംപിടുത്തം പിടിക്കരുത്. കുറച്ച് വിട്ടുവീഴ്ച നല്ലതാണ്. കാരണം ഇപ്പം നിങ്ങൾക്കത് ദോഷം ചെയ്യാത്ത രീതിയിൽ അകന്നു പോകാവുന്ന സമയത്ത് നമ്മൾ വാശി വേണ്ട. ഒരു കാര്യങ്ങൾക്കും വാശിയും പകയും വെച്ച് പിടിക്കരുത്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിലൊരു മാറ്റത്തിന് ഗുണം ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ കുറേ സൗഹൃദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഓൺലൈൻ വഴിയായിരുന്നാലും അല്ലാതെയും. അതുവഴി ചതി വരാതെ സൂക്ഷിക്കുക. സൗഹൃദങ്ങൾ വളരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് വേണ്ടത് മാത്രം നിലനിർത്തുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. എങ്കിലും കർമ്മപരമായിട്ട്, അതായത് ബിസിനസ്സിലോ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലോ ഒക്കെ വളരെ ഉയർച്ചയും അഭിവൃദ്ധിയും വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണം. വ്യാഴം നിങ്ങൾക്കിപ്പോൾ വലിയ ഗുണവും ചെയ്യില്ലെങ്കിൽ ദോഷം ചെയ്യത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ, വിഷ്ണുപ്രീതിയും ചാമുണ്ഡി പ്രീതിയും വരുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ച, ഹനുമാൻ പ്രീതി വരുത്തുന്നത് നിങ്ങൾക്ക് കർമ്മത്തിലും ഒരു ഉയർച്ചയ്ക്ക് ഗുണം ചെയ്യും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യട്ടെ. അപ്പോൾ കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ സ്ഥിരം കേൾക്കുന്നവർക്കെല്ലാം അറിയാം. കാരണം പുണർദത്തിൻ്റെ അവസാനവും പൂയം, ആയില്യം. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസം കിട്ടിയിരിക്കുന്ന മറ്റൊന്നുമല്ല. അവരെ സംബന്ധിച്ച് ഈ ശനി മാറ്റം വന്നപ്പോൾ ശനി അഷ്ടമത്തിൽ നിന്ന് 9ലേക്ക് മാറി ഭാഗ്യസ്ഥാനത്ത് വന്നതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞ പോലെ ശനി നമുക്ക് ഗുണം ചെയ്തു വന്നപ്പോൾ വ്യാഴം 12ലേക്ക് മറഞ്ഞു. 12 എന്ന് പറയുന്നത് നഷ്ടസ്ഥാനമാണ്. അപ്പോൾ വ്യാഴം 12ൽ മറഞ്ഞതുകൊണ്ട് നമ്മൾ അയ്യോ എൻ്റെ ജീവിതം പോയെന്നല്ല വിളിക്കേണ്ടത്. ചില കാര്യങ്ങൾ ശ്രദ്ധയാണ് പുലർത്തേണ്ടത്. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. കാരണം ജ്യോതിഷം എപ്പോഴും ഒരു വഴികാട്ടിയാണ്. നമുക്ക് പോകുന്ന വഴികളിൽ ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ജ്യോതിഷ ശാസ്ത്രത്തിനും കഴിയുള്ളൂ. അതിനനുസരിച്ച് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിതം വിജയിപ്പിക്കുന്നത് നമ്മുടെ മിടുക്കാണ്. അതിനകത്ത് ജ്യോതിഷന് വലിയ പങ്കൊന്നുമില്ല. പിന്നെ അതിനകത്ത് ദൈവാധീനം വർദ്ധിക്കാൻ ചില റെമഡിയൽ പാർട്ട് കൊണ്ട് കുറച്ച് സപ്പോർട്ട് തരാൻ മാത്രമേ കഴിയുള്ളൂ. വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ല. വിധിയെ നമ്മൾ മതി കൊണ്ട് വെല്ലണമെന്നാണ്, അതായത് ബുദ്ധി കൊണ്ട് വെല്ലണമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ 12ലേക്ക് മറഞ്ഞ വ്യാഴത്തിന് നമ്മൾ ഏറ്റവും നല്ലത് ദൈവാധീനം വർദ്ധിപ്പിച്ച് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ ഭജിച്ച് മുന്നോട്ട് പോകണം. 12ൽ മറഞ്ഞ വ്യാഴം ഉള്ളവരെ സംബന്ധിച്ച് നഷ്ടസ്ഥാനത്തായതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ധനപരമായിട്ട് കയ്യിൽ നിന്ന് കാശ് പോകാതെ സൂക്ഷിക്കുക. അതായത് യാത്രയിൽ വളരെ ഭദ്രമായിട്ട് കാശ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ധനപരമായ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെ സൂക്ഷിക്കുക. നമ്മൾ ധനം വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ പോലും ധനമായിരുന്നാലും ധനമായിട്ടുള്ള ഗോൾഡോ മറ്റൊക്കെ ആയിരുന്നാലും സൂക്ഷിക്കുമ്പോൾ വളരെ ഭദ്രമായിട്ട് എടുത്ത സ്ഥലത്ത് വെച്ച് പൂട്ടാനൊക്കെ നമ്മൾ മറന്നു പോരുത്. ഒപ്പം തന്നെ ഇതൊക്കെ പറയുമ്പോഴും ഭാഗ്യസ്ഥാനത്തേക്ക് കർമ്മകാരകനായ ശനി നിൽക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ്, നമ്മുടെ സ്വപ്ന പദ്ധതികളൊക്കെ നമുക്ക് തുടങ്ങി വയ്ക്കാം, കുഴപ്പമില്ല. കുറേ നമ്മൾ ഏത് ബിസിനസ്സിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലും നമ്മൾ ഒരു കാര്യം തുടങ്ങി കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി റൺ ചെയ്ത് വരുമ്പോഴല്ലേ അതൊരു നല്ല സ്മൂത്തായി വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങാൻ പറ്റിയതാണ്. എന്നാൽ വലിയ ധനപരമായ ഇടപാടുകളൊന്നും ചെയ്യരുത്. പുതിയ പാർട്ട്ണർഷിപ്പോ കാര്യമൊക്കെ വന്നാൽ തന്നെ അവരുമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതായത് നമുക്ക് ധനപരമായി പ്രതികൂല നക്ഷത്രക്കാരുമായിട്ട് സാമ്പത്തിക ഇടപാടുകളും നടത്തിക്കളയരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി.
അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക്, അതായത് തർക്കങ്ങൾക്ക് പോരുമെന്നർത്ഥം. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ പോയി നമ്മൾ പണി വാങ്ങിച്ച് പിടിക്കരുതെന്നർത്ഥം. ഇനി സമൂഹത്തിലോ അല്ലെങ്കിൽ കലാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം 12 നിൽക്കുന്നത് ധനപരമായും മറ്റുമൊക്കെ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കുമെങ്കിലും ഈ 9-ൽ വന്ന ശനിയെ കൊണ്ട് അവർക്ക് വലിയ ഉയർച്ചയും പദവിയും ഒക്കെ വരും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വന്നെത്തുന്ന കൂടെ നിൽക്കുന്നവർ വഴിയൊക്കെ വരുന്ന സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിച്ചാൽ മതി. കാരണം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അവിഹിതമായ ഇടപാടുകൾ വരാൻ ധാരാളം സാധ്യതയുണ്ട്. അതിലൂടെ പേരുദോഷം കേൾക്കാതെ സൂക്ഷിക്കുക. ഒപ്പം തന്നെ വിദ്യയിൽ നല്ല ഗുണം ചെയ്യുന്ന സമയമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉയർച്ചയും അന്യദേശവാസത്തിനൊക്കെ ഏറ്റവും നല്ല ഉപരിപഠനത്തിനൊക്കെ പോകാൻ പറ്റും. അതുപോലെ ജോലിക്ക് ശ്രമിച്ചാലും പറ്റും. വിദേശത്ത് സർക്കാർ ജോലിക്ക് യോഗമുള്ളവനാണെങ്കിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി കിട്ടും. അതുപോലെ തന്നെ കുടുംബത്തിലൊരു ശാന്തി സമാധാനമൊക്കെ കൈവരുന്ന സമയമാണ്. അപ്പം എന്തെങ്കിലും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് സ്വസ്ഥവും സമാധാനവും കൈവരിക്കാൻ ശ്രമിക്കണം. നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. ദാമ്പത്യത്തിനും നല്ല സമയമാണ്. ദാമ്പത്യ സുഖവും പിന്നെ ദമ്പതിമാർ തമ്മിലൊരു മാനസിക ഐക്യവും പിണക്കങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ക്രമേണ കൊണ്ട് സാധിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളരെ വൈകാതെ ഇതുപോലെ തന്നെ ഇപ്പോൾ ശനി മാറി വ്യാഴം മാറി അടുത്തത് രാഹുകേതു മാറാൻ പോവുകയാണ്. അപ്പോൾ ആ രാഹുകേതു മാറ്റം നമുക്ക് കുറച്ച് ഗുണം ചെയ്യും. അപ്പോൾ അതുകൂടി ആകുമ്പം നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു വരും. ഇതൊക്കെ ആണെങ്കിലും ബിസിനസ്സിലോ വ്യവസായത്തിലോ ഒക്കെ ഇടപെട്ടവർ പുതിയ വലിയ സംരംഭങ്ങളൊന്നും, അതായത് വലിയ സാമ്പത്തികം മുടക്കുന്ന കാര്യങ്ങൾ ചെയ്തു കളയരുത്. ബന്ധുക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും ഇടപെടാനും പോലും ഞാൻ നേരത്തെ പറഞ്ഞു. അത് അന്യരുടെ മാത്രമല്ല, ബന്ധുക്കളായിരുന്നാലും ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നാലും അവർ വഴിവിട്ട ചില കാര്യങ്ങൾ നമ്മളുടെ സഹായം ചോദിക്കാവുന്നൊരു സമയമാണ്. അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം ഞാൻ വേറൊരു വഴിക്ക് അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുക. അതിനാണ് ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓൺലൈൻ വഴിയുള്ള ചില പുതിയ ബന്ധങ്ങളൊക്കെ വന്നെത്തും. അതിലൊക്കെ വളരെ ജാഗ്രത പുലർത്തണം. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് മാത്രമേ സുഹൃത്തുക്കളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കി മാറ്റാവൂ. ധനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ജാഗ്രത വേണമെന്ന്. അത് 2 കാര്യങ്ങൾ. ഒന്ന് ചിലവ്. ഇപ്പോൾ വരവിനേക്കാൾ ചിലവ് വരാവുന്ന സമയമാണ്. നമുക്ക് തന്നെ ഒരല്പം ധാരാളിത്തം അല്ലെങ്കിൽ ദൂരത്തൊക്കെ നടത്താൻ തോന്നും അറിയാതെ. അവിടെയൊക്കെ നമ്മൾ സമയം നന്നല്ല എന്ന് വിചാരിച്ച് അതിൽ ഒരു കുറച്ച് ശ്രദ്ധ പുലർത്തണം. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ഒരു വലിയ പൈസയൊന്നും കൊണ്ട് മുടക്കരുത്. റിയൽ എസ്റ്റേറ്റിൽ നഷ്ടം വരാവുന്ന സമയമാണ്. ഭൂമിപരമായിട്ട് നമുക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ കുടുംബസ്വത്തോ അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിലൂടെ ധനനഷ്ടം വരും. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ കലഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് ക്ഷമയും മനസ്സിൽ ഇത്രയും കരുതിയാൽ മതി. എനിക്കിപ്പോൾ സമയം കുറച്ച് മോശമാണ്, അതുകൊണ്ട് ഞാൻ ആരുടെയും ഒരു കാര്യത്തിൽ അധികം ഇടപെടുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് കർമ്മപരമായിട്ടും പിന്നെ നിങ്ങൾ ചെയ്യുന്ന പദ്ധതികളിലും ബിസിനസ്സിലും ജോലിയിലും ഒക്കെ മാറ്റം വരും. ഒപ്പം ധനപരമായിട്ട് മാത്രം വളരെ ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ വിഷയത്തിലും കുറച്ച് ശ്രദ്ധ വേണം. കാരണം സന്താനങ്ങളെ കൊണ്ട് നമ്മൾ വളരെ നിരീക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കാനുള്ള ചില സാഹചര്യങ്ങൾ വരാം. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർ പുതിയ സന്താന ഭാഗ്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനും ദൈവാധീനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവിൽ സമയം വലിയ ദോഷമല്ല എന്നാൽ വലിയ ഗുണമല്ല. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം നല്ലതേ വരുള്ളൂ. വ്യാഴം മാറുമ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണമാണ്. കാരണം വ്യാഴം ലാഭസ്ഥാനത്തേക്ക് 11-ലേക്കാണ് വരുന്നത്. വ്യാഴമാറ്റം ഗുണമാണെന്ന് പറയാൻ കാരണം ശനി മാറ്റം നിങ്ങൾക്ക് അത്ര ഗുണമായിരുന്നില്ല. ഈ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം മകം, പൂരം, ഉത്രത്തിൽ 1-ാം പാദം, ഉത്രത്തിൽ 4. അപ്പോൾ ഈ ശനി മാറ്റം ഗുണമല്ല എന്ന് പറയാൻ കാരണം ശനി നിങ്ങൾക്ക് നേരത്തെ നിന്ന് കണ്ടകശനി മാറി അത് അഷ്ടമശനിയായിട്ട് മാറി. അഷ്ടമശനി എന്ന് പറയുമ്പോൾ പൊതുവിൽ രോഗം, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന്, അതായത് 8 എന്ന് പറഞ്ഞാൽ പൊട്ടയെന്നാണ്, നമ്മൾ തൊടുന്നതെല്ലാം പൊട്ട ഭാഗ്യമായി മാറുന്ന ഒരു സമയമാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു ഗ്രഹം കൊണ്ട് നമുക്ക് ആ ഗ്രഹമാറ്റം കുറച്ച് കുറവുകൾ വരുത്തുമ്പോൾ വേറൊരു ഗ്രഹമാറ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ നമ്മളെ ശനിമാറ്റം കൊണ്ടുവന്ന അഷ്ടമശനിയുടെ ദോഷങ്ങളെല്ലാം
വ്യാഴമാറ്റം ഗുണം ചെയ്യും. കാരണം വ്യാഴം സർവേശ്വരകാരകനാണ്. യഥാർത്ഥത്തിൽ ഒരാളിൻ്റെ ജാതകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവാധീനവും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹവും വ്യാഴമാണ്. വ്യാഴം നന്നായാൽ ആ ആളിൻ്റെ ജീവിതം ഉയർച്ചയിലെത്തും. കാരണം ഭാഗ്യകാരകനാണ് വ്യാഴം, സന്താനകാരകനാണ്, ധനകാരകനാണ്, ദൈവാധീനം, നമ്മുടെ ഗുരുത്വം, ഇതെല്ലാം വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴം 11 ലാഭസ്ഥാനത്ത് വരിക എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനങ്ങളൊന്നാണ് 5, 9, 11. അപ്പോൾ അതിൽ 11 ലാഭസ്ഥാനത്ത് വ്യാഴം വന്നാൽ തീർച്ചയായിട്ടും വ്യാഴം ലക്ഷം ദോഷം ഗുരുർ ഹന്തി എന്നാണ്. അതായത് ലക്ഷക്കണക്കിന് ദോഷം ഉണ്ടെങ്കിൽ ഒരു ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ വ്യാഴം അതില്ലാതാക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഷ്ടമശനി വന്നതിൻ്റെ കഷ്ടതയെല്ലാം മാറുകയാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം അങ്ങ് മാറുകയാണ്. പകരം നിങ്ങൾ കർമ്മപരമായിട്ടും ധനപരമായിട്ട് ഉയരുകയാണ്. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, കാരണം ധനപരമായിട്ട് ഉയർച്ച വരും. കർമ്മപരമായിട്ട് നിങ്ങൾ പുതിയ ജോലി തേടുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക, ഇതെല്ലാം നന്നായിരിക്കും. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ കലാപരമായിട്ടൊക്കെ ഇടപെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരികയും നിങ്ങൾക്ക് ധാരാളം ധനവും സൗഭാഗ്യങ്ങളൊക്കെ കൈവരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വ്യാഴം 11 വരുന്ന സമയം ഉന്നത പഠനം, വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രകളൊക്കെ ചെയ്യുന്നതൊക്കെ ഗുണം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിലേക്ക് പഠിക്കാനായിട്ട്, പുതിയ വിഷയങ്ങൾ പഠിക്കാനും അതിലൂടെ വലിയൊരു ഉണർവ് വരാനൊക്കെ സമയം നല്ലതാണ്. പുതിയ ജോലി, നമ്മുടെ നിലവിലുള്ള ജോലി മാറി പുതിയ ജോലി, അതുപോലെ തന്നെ ജോലിയിൽ തന്നെ പ്രമോഷൻ, ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക്, നമ്മൾക്ക് വളരെ കാലമായിട്ട് നാട്ടിൽ വരാൻ ആഗ്രഹിച്ചവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റമോ പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റമൊക്കെ വരാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ 11 വരുന്ന വ്യാഴം നിങ്ങൾക്ക് തരും. അതിൻ്റെ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 5ാം ഭാവാധിപത്യമുള്ള വ്യാഴമാണ്. ഈ വ്യാഴം 5ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യും. എന്നാൽ അഷ്ടമാധിപത്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വ്യാഴമാറ്റം ആദ്യത്തെ ഒരു 6 മാസം വളരെ ഗുണവും, അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അനിഷ്ടവും കൂടെ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം മെയിൽ വ്യാഴം മാറിയാൽ ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ധനപരമായ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ധനം ചെലവഴിക്കുമ്പോഴും ധനം കൈകാര്യം ചെയ്യുമ്പോഴും അതിന് നല്ല ജാഗ്രത വേണം. രണ്ടാമത്തേത്, അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിഷയത്തിലും കുറച്ചൊരു ജാഗ്രത പുലർത്തണം. അവർ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലോ ഒക്കെ അവർ ഉഴപ്പാതെ, അവർ മോശമായ വഴികളിൽ പോകാതെ സൂക്ഷിക്കുക, ഇത്രയേ ഉള്ളൂ. അതേസമയം ഈ വ്യാഴമാറ്റം 11 വരുമ്പോഴും ഒരു ശ്രദ്ധ വേണ്ടത്, അഷ്ടമത്തിൽ ശനി മാത്രമല്ല സർപ്പനും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഈ സർപ്പനും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നം വളരെ ശ്രദ്ധിക്കണം. അതായത് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് കുഴപ്പമില്ല, അത് മാറിക്കോളുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഉടനെ ഡോക്ടറെ കണ്ട് അത് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് ചികിത്സ തേടണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ അവഗണിക്കാതെ അതിൻ്റെ ശരിയായ റൂട്ട് കണ്ടെത്തി ചികിത്സ തേടണം. നേരത്തെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് മരുന്നിൽ മാറ്റമൊക്കെ വേണമെങ്കിൽ വരുത്താൻ മടിക്കരുത്. ഒപ്പം തന്നെ വ്യായാമമുള്ളൊരു ചെറിയ വ്യായാമമൊക്കെ ചെയ്യണം. ജപോ ധ്യാനമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. ഒപ്പം തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ കുറച്ച് ജാഗ്രത പുലർത്തണം. കാരണം വാഹനപരമായിട്ട് നമ്മൾ സമയം അത്ര നന്നല്ല. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ കൊണ്ട് ചില ചെറിയ ചെറിയ തട്ടുമുട്ട് മുറിവൊക്കെ വരാതെ സൂക്ഷിക്കുക. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ പോയി ഇറങ്ങരുത്. നിങ്ങൾ പുതിയ ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഭൂമിപരമായ ഇടപാടുകളിലൊക്കെ ഇടപെടുന്നവർക്ക് ധനപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ ബ്ലോക്ക് വന്ന് നമ്മുടെ ധനം ബ്ലോക്കായി നിൽക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വാക്കിലും ധനത്തിലും നല്ല ജാഗ്രത പുലർത്തണം. വാക്കിൽ നമ്മൾ ക്ഷമയും കുറച്ചൊരു മൗനം പാലിക്കാനെടുത്ത് മൗനം പാലിക്കണം. തർക്കിക്കാനൊന്നും പോകരുത്. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് സമയം നല്ലതാണ്, ഉയർച്ചയൊക്കെ വരുമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ നമ്മൾ കമ്പയർ എന്നൊക്കെ പറയും, വിളിദോഷം കമ്പയർ എന്നൊക്കെ പറയും. അതുപോലെ അസൂയാലുക്കളിൽ നിന്നുള്ള ചില ഏഷണികളും അപവാദങ്ങളും വിളിദോഷവും ചില പ്രാക്ക് ദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോയി മുട്ടറക്കുക, അതുപോലെ തന്നെ ചില
പിന്നെ അഘോര ഉച്ചാടനം പോലുള്ള ചെറിയ ചില ക്ഷേത്രങ്ങളിലുണ്ട്. അവിടെ പോയി കാലഭൈരവനൊരു അഘോര ഉച്ചാരണമൊക്കെ നടത്തുക. അതുപോലെ തന്നെ നമ്മൾ വ്യാഴപ്രീതികരമായ ക്ഷേത്രങ്ങളിൽ പോയി സുദർശന അർച്ചന, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രത്തിൽ ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് സമയം പൊതുവിൽ ഇനി അങ്ങോട്ട് നല്ലതാണ്. നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ഉയർച്ച വരും എന്ന് 11 ലാഭസ്ഥാനത്താണ് വ്യാഴം. അതുകൊണ്ട് ചിലർ പറയുന്നത് പോലെ നിങ്ങൾക്ക് വലിയ ലോട്ടറി അടിക്കും മഹാഭാഗ്യം വരുമെന്ന് ഞാൻ പറയില്ല. ചെറിയ ചെറിയ ധനപരമായ ഗുണങ്ങൾ, കടം ഉണ്ടെങ്കിൽ കടം നീങ്ങി വരും. കടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ട് കുറച്ച് ചെറിയ മാറ്റങ്ങൾ വന്ന് ധനം കുറച്ച് സേവ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയെത്തും. അത്രയേ ഉള്ളൂ. കന്നിക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് ഉത്രത്തിൽ 3/4, ഉത്രത്തിൽ 2, 3, 4 പാദക്കാർ, ഉത്രം കഴിഞ്ഞാൽ അത്തം, പിന്നെ ചിത്തിരയുടെ ആദ്യത്തെ 2 പാദം, 1ഉം 2ഉം പാദം, അതായത് ചിത്തിര പകുതി. അപ്പോൾ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം നമുക്ക് ഇപ്പോൾ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. ഗുണകരമായി വന്നെന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനത്ത് 10ൽ വന്നു. എന്നാൽ നിങ്ങൾക്ക് ശനി മാറിയ സമയത്ത് കണ്ടകശനിയാണെന്ന് കേട്ട് കാണും. അപ്പോൾ കണ്ടകശനിയുടെ ദോഷങ്ങൾ ഇനി അങ്ങോട്ട് കുറയുകയാണ്. കാരണം വ്യാഴമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ഗ്രഹനിലയിൽ അല്ലെങ്കിൽ പൊതുവിൽ നമ്മളെ സഹായിക്കുന്ന സർവേശ്വരകാരകനാണ്. വ്യാഴം നന്നായി നിന്നാൽ ലക്ഷം ദോഷം ഗുരുർ ഹന്തി എന്നാണ്. വ്യാഴം മറ്റ് ദോഷങ്ങളെല്ലാം ഹനിക്കും. അപ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കും. നമുക്ക് ജീവിതത്തിൽ പുതിയ ജോലി അല്ലെങ്കിൽ ജോലിയിൽ നമുക്ക് പുതിയ മാറ്റങ്ങൾ, പ്രമോഷൻ അല്ലെങ്കിൽ ജോലി മാറി പുതിയ ജോലി, ഇതൊക്കെ നേടാൻ അനുഗ്രഹിക്കുന്ന സർവേശ്വരകാരകനെ വ്യാഴം അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണം. രാഷ്ട്രീയത്തിലാണെങ്കിലും ചില മാറ്റങ്ങൾ വരികയും അത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണകരമായിട്ട് മാറും. സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ കലാ സാഹിത്യ രംഗത്ത് ഒക്കെ, പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കൊക്കെ, സിനിമാക്കാർക്കായിരുന്നാലും സീരിയൽ രംഗത്തുള്ളവർക്കായിരുന്നാലും നിങ്ങൾക്കൊക്കെ വളരെയധികം ഒരു ഊർജ്ജവും മാറ്റവും പുതിയ അവസരങ്ങൾ വരികയും കലാരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഒരുപാട് അവസരങ്ങൾ വരുന്ന, ഒരുപാട് പുതിയ വർക്കുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും കലാരംഗം വളരെ പുഷ്ടി പ്രാപിക്കാൻ പോവുകയാണ്. ഇതൊക്കെ വരുമ്പോഴും ജോലിയിലുള്ളവർ, അതായത് ഉദ്യോഗത്തിലായിരുന്നാലും അല്ലെങ്കിൽ സർക്കാർ ജോലി ആയാലും പ്രൈവറ്റ് ആയിരുന്നാലും, ഇനി അതല്ല നമ്മൾ പിന്നെ ഏതെങ്കിലും സർക്കാർ ഏജൻസി എടുത്ത് നടത്തുകയാണെങ്കിൽ അവിടെയൊക്കെ മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കണം. കാരണം നമുക്ക് ചില അപ്രതീക്ഷിതമായ നമ്മുടെ തന്നെ അലസത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം. അതുപോലെ നമുക്ക് പുതിയ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ പദവിയൊക്കെ നല്ല, അതായത് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കിട്ടാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ സാധാരണ ജോലിയിലുള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രൊമോഷൻ കിട്ടാൻ പറ്റുന്ന സമയമാണ്. ഒപ്പം തന്നെ ധനപരമായിട്ട് ചില അവിഹിത ഇടപാടുകൾക്കുള്ള വഴി തെളിയും. അത് ഉദ്യോഗസ്ഥർക്കായിരുന്നാലും രാഷ്ട്രീയക്കാർക്കായിരുന്നാലും സാമൂഹ്യ പ്രവർത്തകർക്കായിരുന്നാലും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് നമുക്ക് അപവാദങ്ങളോ നാളെ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ധനനേട്ടം ഉണ്ടാകും. ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യങ്ങളും ഉണ്ടാകാം. ലോട്ടറിയൊക്കെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ പിന്നെ വലിയ കോടീശ്വര യോഗമാണെന്ന് ഞാൻ പറയില്ല. ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ വന്നെത്താം. വിദ്യയിൽ വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം വേണ്ടി ഒരു അലസത പാടില്ല. പഠിക്കുന്നവരെല്ലാം കുറച്ചുകൂടി ഊർജം കാണിക്കണം. വിവാഹം നടക്കാനും പ്രണയത്തിൽ സാഫല്യം വരാനും, ചിലപ്പോൾ പ്രണയത്തിലൊക്കെ അകന്നിരുന്ന അവർ വീണ്ടും അകൽച്ച മാറി, തെറ്റിദ്ധാരണ മാറി ഒന്നിക്കാനുമൊക്കെയുള്ള സമയമാണ്. കുടുംബത്തിൽ പരസ്പരം ഐക്യത വരികയും പിണക്കങ്ങളൊക്കെ മാറി ഒരു സന്തോഷവും ശാന്തിയൊക്കെ കൈവരും. അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന, ഉപരിപഠനത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും അതിനുള്ള സാധ്യത തെളിയും. ഇങ്ങനെയൊക്കെ വളരെ ഗുണകരമാകുന്നൊരു കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. പക്ഷേ
ഈ പുതിയ സൗഹൃദങ്ങൾ, പ്രണയം, ഇതിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം. അതിൽ നമുക്ക് അപവാദമോ ചതിയോ വരാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത്, സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഉള്ളവർ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, മാറ്റങ്ങളും ഗുണവും വരുന്നതോടൊപ്പം തന്നെ അസൂയാലുക്കളിൽ നിന്നുള്ള അപവാദമോ ചതിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾ, അകന്നിരുന്ന ശത്രുക്കൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില വെല്ലുവിളികളൊക്കെ നമ്മളിപ്പം മിണ്ടാതിരിക്കണം എന്ന് വിചാരിക്കേണ്ട, അത് തലവെക്കും. അപ്പോൾ ശത്രു രക്ഷയ്ക്കുള്ള ചില വഴികളും നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കണം. കാരണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചെറിയ വാഹനത്തിൽ നിന്നുള്ള മുറിവുകളോ അപകടങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തുകയും ക്ഷമയും നമ്മുടെ സമയം നന്നല്ല എന്നൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. സന്താനങ്ങളെ എപ്പോഴും നല്ല വാച്ച് ചെയ്യണം. കാരണം അവർക്ക് ഇപ്പോൾ ഈ നിങ്ങളുടെ സമയപ്രകാരം, കന്നിക്കൂറുകാരുടെ സമയപ്രകാരം നിങ്ങളുടെ സന്താനങ്ങൾക്ക് ശരിക്കും അവരുടെ വഴികളിൽ ദുശീലങ്ങളോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളോ വന്നെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ജാഗ്രത പുലർത്തിയിരുന്നാൽ മതി. ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും നമ്മൾ പുതിയ പദ്ധതികളൊന്നും പെട്ടെന്ന് ഏറ്റെടുക്കരുത്. അതുപോലെ തന്നെ വലിയ ഒരു മാറ്റങ്ങളൊന്നും ഉടനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. സമയമെടുത്ത് പതുക്കെ മതി. അതിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മതി. ആകെ നമുക്ക് വ്യാഴമാറ്റം കൊണ്ട് മൊത്തത്തിലൊരു ഗുണകരമായ ചേഞ്ച് തന്നെ വരും. എന്നാൽ കണ്ടകശനി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ പാർട്ണർഷിപ്പ്, അതായത് ലൈഫ് പാർട്ണർഷിപ്പ് ആയിരുന്നാലും നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പ് ആയിരുന്നാലും നമ്മുടെ ഡീപ്പായ സുഹൃത്തുക്കളായിരുന്നാലും അവിടെ നിന്ന് നമുക്ക് ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വരാതിരിക്കാൻ നമ്മളൊരു ജാഗ്രത ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. പൊതുവിൽ നിങ്ങൾക്ക് സമയം നല്ലതാണ്. കന്നിക്കൂറുകാർക്ക് എല്ലാ ഭാഗ്യങ്ങളും മംഗളങ്ങളും വരട്ടെ. ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകപ്രകാരമായിരുന്നാലും അല്ലാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയപ്രകാരമായിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നോക്കണമെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ തന്നുകൊള്ളാം. തീർച്ചയായിട്ടും ജാതകം നമുക്കൊരു വഴികാട്ടിയാണ്. ബാക്കി എല്ലാം നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നിടത്താണ്. അതായത് വിധിയെ മതി കൊണ്ട് വെല്ലണമെന്നാണ്, ബുദ്ധി കൊണ്ട് വെല്ലണമെന്നാണ്. അങ്ങനെ മാത്രമേ വിധിയെ മറികടക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഈ വർഷം ഏറ്റവും നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. നന്നായിരിക്കട്ടെ.